ഭരതനാട്യത്തിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി മോഹിനിയാട്ടം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററാക്കി തന്ന കേരളത്തിലെ ഓഡിയൻസ്, അവരോടും നന്ദി. അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഭയങ്കര ഇമോഷൻ ആയിരുന്നല്ലോ. ഞാൻ ആക്ച്വലി ഞാൻ ഇമോഷണൽ ആയില്ല. പലരും പറഞ്ഞ ഇമോഷണൽ സ്പീച്ച് ഞാൻ ആക്ച്വലി ഇമോഷണൽ ആയില്ല. ഞാനത് മനഃപൂർവ്വം ഇനി ഇമോഷണൽ പരിപാടി ഇല്ല. എന്നുവെച്ചാൽ പ്രസ് മീറ്റിൽ ഞാൻ ഭയങ്കര കൈവിട്ട് പോയി ഞാൻ കരഞ്ഞു. അപ്പം ഇത് എല്ലാ ഇതിലും പോയിട്ട് ഞാനിത് കരഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനൊരു കരഞ്ഞുപോയി മാറൂല്ലേ. ആൾക്കാർ പിന്നെ ഞാൻ സംസാരിക്കുന്ന പോലും കേൾക്കില്ല. അപ്പം ഞാൻ ഇന്നലെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ നിൽക്കുന്ന ഒരു ഡ്രീം സംഭവത്തിലാണ് ഞാൻ ഇന്നലെ അവിടെ നിന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു പടം 50 കോടി കളക്ട് ചെയ്യുമെന്നും അതിൻ്റെ നമ്മൾ സക്സസ് സെലിബ്രേഷൻ നടത്തുമെന്നും. ഞാൻ ബാക്കി സപ്പോർട്ടിംഗ് റോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ട്രോഫി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആട് 2 മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പല പടങ്ങളുടെയും സപ്പോർട്ടിംഗ് റോൾ ചെയ്ത് ഇപ്പം ഹലോ എന്ന ആ സമയത്ത് 2007 അതിൻ്റെ ട്രോഫി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെയാണ് മനസ്സിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ എന്താണ് പറയേണ്ടത്, നമ്മൾ എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ എന്നെ വിളിച്ചും പോയി, ഇനി വിളിച്ചില്ലെങ്കിൽ ഞാൻ എപ്പോഴായാലും എന്തെങ്കിലും സംസാരിക്കേണ്ടി വരും. അപ്പം എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു. ഞാൻ ഇമോഷണലൊന്നും ആയിട്ടില്ല ഇന്നലെ. ഞാനിത് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി 1 മണിക്കിരുന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു. ഞാൻ എവിടെയാണ് ഇമോഷണൽ ആയിരിക്കുന്നത് മൊത്തം നോക്കി ഞാൻ. അപ്പോൾ ചിലവർ എൻ്റെ സ്പീച്ച് കഴിഞ്ഞിട്ട് അവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് എനിക്ക് പറ്റിയത്. ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും പഴയ പരിപാടി ഉണ്ടല്ലോ, ഭരതനാട്യം ഓടാത്ത സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ വേറെ ജോലിക്ക് പോയാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഈ സാധനമൊക്കെ ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യമാണ്, അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനോട് അത് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആൾക്കാർ വന്നിട്ട് ഓക്കെ അല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞത്.